കുറേ നാളായില്ലേ ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഫസ്റ്റാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് മീഷോന്ന് വാങ്ങിയതാണ്. 407 രൂപയാണ് ഈ ഡ്രസ്സിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സിലാണ് ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. ഫസ്റ്റിൽ നമുക്ക് കുറച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈം ഒന്നും സൺസ്ക്രീൻ യൂസ് ചെയ്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു വൈറ്റ് കാസ്റ്റ് പോലൊക്കെയായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ ഇപ്പം നല്ല സൺസ്ക്രീനൊക്കെ ഇപ്പോൾ ചൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ എന്തായാലും നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ. അതിൻ്റെ ഗുണങ്ങളൊക്കെ കേട്ടാൽ പിന്നെ ഞാൻ എവിടെ പുറത്ത് പോയാലും ഇത് രണ്ടും ഇട്ടിട്ടേ ഞാൻ പുറത്ത് പോകാറുള്ളൂ. അങ്ങനെ നമ്മൾ ഇത് രണ്ട് നന്നായിട്ട് മുഖത്തും കൈക്കും പിന്നെ നമ്മുടെ കഴുത്തിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഗൈസ്. ഇതെൻ്റെ ഫ്രണ്ട് വാങ്ങിക്കൊണ്ട് തന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി വരെ ഇങ്ങനെ നിന്നുള്ളൂ. സൂപ്പർ സ്റ്റേ ആണ് കേട്ടോ. നല്ലൊരു മെബ്ലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇനി നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. കമ്മൽ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട് കൊള്ളാവില്ലെന്നൊക്കെ നിങ്ങൾ പറയണം. പിന്നെ നമുക്ക് ഇച്ചിരി ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് തന്നെ നമ്മൾ ഐ ഷാഡോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് പർപ്പസാണ് ഗൈസ് ഇതും കൊണ്ട് നമുക്ക് ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. പൗഡർ ഇതിന് മുമ്പ് ഇടേണ്ടതായിരുന്നു, പക്ഷെ മറന്നു പോയതുകൊണ്ട് നമുക്കിനി അതിൻ്റെ മണ്ടലിട്ട് കൊടുക്കാം. അങ്ങനെ പൗഡർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. കണ്ണെഴുതുമ്പോൾ മുഖത്ത് ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ എപ്പോഴും കണ്ണെഴുതാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ കണ്ണൂടെ നമുക്ക് താഴെ മുകളിലൊക്കെ നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ടെഴുതിയപ്പോൾ ഒരു നല്ല രസമായില്ലേ, നല്ലൊരു ഭംഗി വെച്ചില്ലേ. ഇനി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള നമുക്ക് പൊട്ട് വെച്ച് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ആ മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ മണ്ടേ കൂടെ ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ഇട്ടതാണ്. അതിടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഈ ഒരു 2 ഷെയ്ഡൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഷെയ്ഡ് കിട്ടും. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് നനഞ്ഞിരിക്കാൻ കേട്ടോ മുടി. അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലൊന്നും ഫാഷനായിട്ടൊന്നും കെട്ടാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് അഴിച്ചിടാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പൊട്ടൂടെ തൊട്ട് കൊടുക്കാം. അങ്ങനെ പൊട്ടൂടെ തൊട്ട് കൊടുത്തതോടുകൂടി നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഒന്ന് ജസ്റ്റ് ചീവി ഒതുക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തൂടെ നമുക്കിനി ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള നമ്മുടെ വാച്ചൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. വാച്ചോ കയ്യിൽ എന്തെങ്കിലും വാച്ചോ വളയൊക്കെ കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലൊക്കെയാണ്. അങ്ങനെ വാച്ചും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊട്ടൂടെ തൊട്ട് കൊടുക്കാം കേട്ടോ. അതോടുകൂടി ഫൈനലി നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ എന്തായാലും പറയണം. പിന്നെ ഈ ഡ്രസ്സിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വണ്ണമുള്ളവർക്ക് ഇച്ചിരി വണ്ണം തോന്നിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എങ്കിലും നൈസാണ് ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ കെട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിലെ ഷോപ്സിലൊക്കെ ഈ ഒരു ഡ്രസ്സുണ്ട് കേട്ടോ. ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. നാളെ വേറെ വീഡിയോ വരുന്നവരെ ടാറ്റാ, സീ യു.